നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മരിച്ചുവെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരവസ്ഥ, അതാണ് കോട്ടാർഡ് സിൻഡ്രോം. ഇന്ന് നമ്മുടെ സ്ട്രേഞ്ച് മെഡിക്കൽ കണ്ടീഷൻ എന്ന സീരീസിലെ 4ാമത്തെ എപ്പിസോഡാണ്. എന്താണ് ഇന്നത്തെ കണ്ടീഷൻ എന്നാൽ കോട്ടാർഡ് സിൻഡ്രോം അല്ലെങ്കിൽ വാക്കിംഗ് കോപ്പ് സിൻഡ്രോം എന്ന് അറിയപ്പെടുന്ന ഒരു അപൂർവ ന്യൂറോ സൈക്കാട്രിക് കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മുടെ മലയാള സിനിമയായ വിസ്മയത്തുമ്പത്ത് എന്ന ഫിലിമിൽ കൽപ്പന അവതരിപ്പിച്ച മായ എന്ന കഥാപാത്രം ഓർമ്മയില്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? എന്താ പ്രശ്നം? അതിൽ മായ നമുക്ക് കോമഡിയായി തോന്നും. അതൊരു കോമഡി കഥാപാത്രമായി നമുക്ക് തോന്നും. നമ്മളെല്ലാവരെയും ഒത്തിരി ചിരിപ്പിച്ചൊരു കഥാപാത്രമാണ്. അതായത് താൻ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ താൻ സ്വയം ഒരു ആത്മാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥ. അത് തന്നെയാണ് കോട്ടാർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. എന്താണ് കോട്ടാർഡ് സിൻഡ്രോം എന്ന് നോക്കാം. ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നു, നടക്കുന്നു, ചിന്തിക്കുന്നു, പക്ഷെ അവൻ വിശ്വസിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: ഞാൻ മരിച്ചുപോയി. യെസ്, അതാണ് കോട്ടാർഡ് സിൻഡ്രോം അല്ലെങ്കിൽ വാക്കിംഗ് കോപ്പ് സിൻഡ്രോം എന്നറിയപ്പെടുന്നത്. കോട്ടാർഡ് സിൻഡ്രോം ഒരു റെയർ ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡർ ആണ്. 2008 ബ്രിട്ടനിലെ ഗ്രഹം എന്ന യുവാവ് കടുത്ത ഡിപ്രഷൻ കഴിഞ്ഞ് അവൻ്റെ ജീവിതം മാറി. അവൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ തലച്ചോർ മരിച്ചുപോയി. അവൻ ഭക്ഷണം നിരസിച്ചു. കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് മരിച്ചവർക്ക് വിശപ്പുണ്ടാകില്ല എന്നാണ്. അവൻ എപ്പോഴും സെമിത്തേരിയിൽ പോകാൻ ആഗ്രഹിച്ചു. അതിനും അവൻ പറഞ്ഞ കാരണം, എനിക്ക് എൻ്റെ സ്ഥലം അവിടെയാണ്, ഞാൻ മരിച്ചതല്ലേ ഡോക്ടർ, ഞാൻ അവിടെ അല്ലേ കഴിയേണ്ടത്. ബ്രെയിൻ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ തന്നെ ഒന്ന് ഞെട്ടി. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി ഒരു മരിച്ച ശരീരത്തിന് പോലെ കുറഞ്ഞിരിക്കുന്നു. ഡോക്ടർമാർ അവനെ ഡയഗ്നോസ് ചെയ്തു കോട്ടാർഡ് സിൻഡ്രോം. ഈ രോഗത്തിൽ സംഭവിക്കുന്നത് ബ്രെയിനിൻ്റെ സെൽഫ് അവെയർനെസ് നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ ശരിയായി പ്രവർത്തിക്കാതെ വരുന്നു. അപ്പോൾ മനസ്സൊറ്റ തീരുമാനമെടുക്കും: ഞാനില്ല, ഞാൻ മരിച്ചുപോയി എന്ന തീരുമാനം. ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് ഷോക്കിംഗ് ആണ്. ആദ്യത്തേത്, താൻ മരിച്ചുവെന്ന് ഉറച്ച വിശ്വാസം. അതുപോലെ അവയവങ്ങൾ ഇല്ല എന്ന തോന്നൽ. ചിലർക്ക് ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെട്ടതായി തോന്നും. തനിക്ക് ഹൃദയമില്ല, അല്ലെങ്കിൽ തനിക്ക് വയറില്ല, തനിക്ക് കൈയില്ല, അങ്ങനെ അവയവങ്ങൾ നഷ്ടപ്പെട്ടതായുള്ള തോന്നൽ. ശരീരം ചീഞ്ഞു പോകുന്നു എന്ന ഭ്രമം. ഭക്ഷണം കഴിക്കാതിരിക്കുക, വേദന അനുഭവിക്കാത്തത്, കടുത്ത ഡിപ്രഷൻ, സൂയിസൈഡൽ തോട്ട്സ്. ഇത് അഭിനയമല്ല, ഡ്രാമയല്ല, മാനസിക ബലഹീനത മാത്രവുമല്ല. ഇതൊരു യഥാർത്ഥ മെഡിക്കൽ കണ്ടീഷനാണ്. ഇതൊരു ന്യൂറോ സൈക്കാട്രിക് കണ്ടീഷനാണ്. ഇതിന് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ ഒരു ക്യൂർ ഇല്ല. പക്ഷേ ശരിയായ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ്, മെഡിസിൻസ്, ചിലപ്പോൾ ECT തെറാപ്പി ഉപയോഗിച്ച് പലർക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രഹം എന്ന വ്യക്തിയും അതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹവും മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആരംഭിച്ചു. ഈ രോഗം ആദ്യമായി വിവരിച്ചത് 1880 ഫ്രഞ്ച് ഡോക്ടറായ ജൂൾസ് കോട്ടാർഡ് ആണ്. ഇതിനാലാണ് ഇതിന് കോട്ടാർഡ് സിൻഡ്രോം എന്ന പേര് ലഭിച്ചത്. ഈ രോഗം സാധാരണയായി കാണപ്പെടുന്നത് സിവിയർ ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്ക്, സ്കീസോഫ്രീനിയ, ബ്രെയിൻ ഇഞ്ചുറി, സ്ട്രോക്ക്, എപ്പിലെപ്സി, ഡിമെൻഷ്യ ഇവയുമായി ബന്ധപ്പെട്ടാണ്. ബ്രെയിനിൻ്റെ പ്രത്യേക ഭാഗങ്ങളിലെ പ്രവർത്തനം തകരുമ്പോൾ വ്യക്തിക്ക് തൻ്റെ അസ്തിത്വം തന്നെ നിഷേധിക്കേണ്ടി വരുന്നു. അതാണ് കോട്ടാർഡ് സിൻഡ്രോം. ഇത് വളരെ അപൂർവമായ ഒരു രോഗമാണ്. ലോകത്ത് തന്നെ വളരെ കുറച്ച് കേസുകൾ മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടാർഡ് സിൻഡ്രോം മനുഷ്യൻ്റെ മനസ്സ് എത്ര ശക്തമായും ഭീകരമായും മാറാമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതുപോലുള്ള യാഥാർത്ഥ്യവും ഭയപ്പെടുത്തുന്നതുമായ മെഡിക്കൽ കണ്ടീഷനുകൾ കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ മറ്റൊരു പുതിയ മെഡിക്കൽ കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്